1947 ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർന്നപ്പോൾ അവസാനമായത് 200 വർഷം നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കാണ്. അന്നു മുതൽ നമ്മുടെ രാജ്യം ലോകത്തിന് മുൻപിൽ തല ഉയർത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെയായി രാജ്യം പിന്നിട്ട അസാധാരണമായ യാത്രയെക്കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. വിഭജനത്തിന്റെ മുറിവുകൾ മുതൽ സാങ്കേതിക നവീകരണത്തിന്റെ കുതിപ്പ് വരെ, സാമ്പത്തിക വെല്ലുവിളികൾ മുതൽ ആഗോള നേതൃത്വം വരെ ഇന്ത്യ വികസിച്ച് പൊരുത്തപ്പെട്ട് ശക്തമായി ഉയർന്നു വരുന്നു. ഇന്ന് നാം ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തവും വിയർപ്പും കണ്ണീരും കൊണ്ട് നേടിയതാണ്. അവരുടെ അചഞ്ചലമായ മനോഭാവവും നിശ്ചയദാർഢ്യവും മാതൃരാജ്യത്തോടുള്ള സ്നേഹവുമാണ് അടിച്ചമർത്തലിനെതിരെ ഉണർന്നുവരാൻ ജനലക്ഷങ്ങളെ പ്രേരിപ്പിച്ചത്. 1857 കലാപകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ അതിശക്തമായി പോരാടിയ റാണി ലക്ഷ്മിഭായിയുടെ വീര്യം, പുഞ്ചിരിയോടെ തൂക്കുമരത്ത് നേരിട്ട ഭഗത് സിംഗിന്റെ ത്യാഗം, അഹിംസയെ സ്വാതന്ത്ര്യത്തിന്റെ ആണിക്കല്ലാക്കി മാറ്റിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മസമർപ്പണം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും മനോധൈര്യം, അങ്ങനെ ചെറുതും വലുതുമായ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒരു പറ്റം രാജ്യസ്നേഹികളായ മനുഷ്യർ നമുക്കായി നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. ധീരദേശാഭിമാനികൾ വിലമതിച്ച് മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും അവർ വിഭാവനം ചെയ്ത ഇന്ത്യക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രേരക ഊർജമാവണം. നമ്മുടെ പതാക അറിയപ്പെടുന്നു. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ പതാകയ്ക്ക് അംഗീകാരം നൽകിയത്. ദീർഘചതുരാകൃതിയിലുള്ള പതാകയുടെ മുകളിലെ കുങ്കുമ നിറം രാജ്യത്തിന്റെ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. നടുവിലെ വെള്ള നിറം സമാധാനത്തെയും സത്യത്തെയും പ്രതിനിധീകരിക്കുന്നു. താഴത്തെ പച്ച നിറം ഭൂമിയുടെ ഫലഭൂയിഷ്ഠത, വളർച്ച എന്നിവയെ കാണിക്കുന്നു. നാവിക നീല നിറത്തിലുള്ള നടുവിലെ അശോക ചക്രം ധർമ്മത്തെയും നീതിയെയും സൂചിപ്പിക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ പുരോഗതിയുടെയും ചലനാത്മകതയുടെയും പ്രതീകമാണ്. വലിയൊരു സ്വപ്നത്തിൽ നിന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വിടർന്നു വന്നത്. കോടിക്കണക്കിന് ജനങ്ങൾ ആത്മാർത്ഥമായി കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. സ്വപ്നത്തിൽ നിന്ന് സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രക്കിടെ എത്രയെത്ര ആത്മബലികൾ, കാരാഗ്രഹവാസങ്ങൾ, അഹിംസയിലൂടെയും അക്രമത്തിലൂടെയുമുള്ള സമരങ്ങൾ, മർദ്ദനങ്ങൾ, നാടുകടത്തലുകൾ, എല്ലാറ്റിനുമൊടുവിൽ ഒരു പാതിരാവിൽ ഇന്ത്യ അതിന്റെ മഹത്തായ വിധിക്ക് മുഖാമുഖം നിന്നു. സ്വാതന്ത്ര്യത്തിന്റെ ഉദയം. മഹത്തായ ഒരു സംസ്കാരത്തിന്റെ പശ്ചാത്തലമുള്ള രാഷ്ട്രം ഇന്നത്തെ പരേഡിൽ കേരള പോലീസ്, എക്സൈസ്, സ്കൗട്ട്, ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ്, റെഡ് ക്രോസ്, കപ്സ്, ബുൾബുൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നായി 13 പ്ലട്ടൂണുകളും 6 സ്കൂൾ ബാൻഡ് സംഘങ്ങളും അണിനിരക്കുന്നു. പരേഡ് നയിക്കുന്നത് ചേർത്തല IOP ശ്രീ ഹേമന്ത് കുമാർ കെയും, പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡർ ആലപ്പുഴ ജില്ലാ ഹെഡ്ക്വാർട്ടർ സബ് ഇൻസ്പെക്ടർ ശ്രീ സാബു തോമസുമാണ്. ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ശ്രീ വിഷ്ണു പ്രദീപ് PK IPS അവരുടെ ഉപദേശത്തോടെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പരേഡിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ജില്ലാ സായുധ സേനയുടെ ഡെപ്യൂട്ടി കമാൻഡന്റ് ചാർജ് കൂടി വഹിക്കുന്ന ബഹുമാനപ്പെട്ട അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ ഉമേഷ് കുമാർ J അവர்களுം ജില്ലാ ഹെഡ്ക്വാർട്ടർ റിസർവ് ഇൻസ്പെക്ടർ ശ്രീ KV ജയചന്ദ്രൻ അവர்களுമാണ്. സ്വാതന്ത്ര്യത്തിന്റെയും പുരോഗതിയുടെയും പാതയിലൂടെ കുതിക്കുന്ന നമ്മുടെ നാടിന്റെ ദേശീയ പതാക അല്പസമയത്തിനകം മുഖ്യാതിഥി ഉയർത്തുന്നതായിരിക്കും. ഇന്നത്തെ ആഘോഷവേളയിൽ മുഖ്യാതിഥിയായി എത്തുന്നത് ബഹുമാനപ്പെട്ട കേരള എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ M ലിജു അവർകളാണ്. അദ്ദേഹം കൃത്യം 8:59 ഇവിടെ എത്തിച്ചേരുന്നതും തുടർന്ന്
ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. രണ്ടാമതായി കടന്നു വരുന്നത് ആലപ്പുഴ ജില്ലയുടെ വുമൺസ് പ്ലട്ടൂൺ നയിക്കുന്നത് കുത്തിയതോട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീമതി ലിജി മോൾ അവർ. ആലപ്പുഴ ജില്ലയിലെ എക്സൈസ് ഓഫീസേഴ്സിന്റെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലട്ടൂൺ കമാൻഡർ ഇൻസ്പെക്ടർ ശ്രീ അനു. ഇപ്പോൾ കടന്നു വരുന്നത് ലജനത്തുൽ മുഹമ്മദിയ ഹൈസ്കൂൾ ആലപ്പുഴയുടെ ബാൻഡ് സീനിയർ പ്ലട്ടൂൺ നയിക്കുന്നത് ബാൻഡ് മാസ്റ്റർ അമീൻ നൌഷാദ്. മിഥുന മഹേശ്വരി ടീമിനെ നയിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ SPC കേഡറ്റ് പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് ലൈസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഹരിപ്പാടിലെ SPC കേഡറ്റുകളുടെ പ്ലട്ടൂണാണ് ഇപ്പോൾ ഈ വേദിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. പ്ലട്ടൂൺ നയിക്കുന്നത് തരുണ്യ എസ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പുന്നപ്പറയുടെ ബാൻഡ് പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലട്ടൂണെ നയിക്കുന്നത് ബാൻഡ് മാസ്റ്റർ അഭിനന്ദ KS. ഹയർ സെക്കൻഡറി സ്കൂൾ ആലപ്പുഴയുടെ LCC ജൂനിയർ പ്ലട്ടൂൺ ആണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലട്ടൂൺ നയിക്കുന്നത് സീനിയർ അണ്ടർ ഓഫീസർ ബസൽ KS. ആലപ്പുഴയുടെ സൗത്ത് പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലട്ടൂൺ നയിക്കുന്നത് സർജന്റ് ആദിൽ മുഹമ്മദ്. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത് സെന്റ് മൈക്കിൾസ് ഹൈസ്കൂൾ തത്തമ്പള്ളിയുടെ ഗൈഡ്സ് പ്ലട്ടൂൺ നയിക്കുന്നത് സർജന്റ് ലിയോ 30 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബാൻഡ് പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത്. ബാൻഡ് മാസ്റ്റർ നിഹാൽ ഇസ്ഹാഖ്. ജ്യോതി നികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുന്നപ്പറയുടെ ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലട്ടൂൺ നയിക്കുന്നത് സർജന്റ് നിരഞ്ജന രാജേഷ്.
ഇപ്പോൾ വിശേഷാതിഥി അഭിവാദ്യത്തിന് മുന്നിലൂടെ കടന്നു പോകുന്നത് സെയിന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ ആലപ്പുഴയുടെ റെഡ് ക്രോസ് പ്ലട്ടൂൺ നയിക്കുന്നത് സർജൻ ബിസ്മിത സാൽ. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ടെമ്പിൾ ഓഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബാൻഡ് പ്ലട്ടൂൺ നയിക്കുന്നത് ബാൻഡ് മാസ്റ്റർ മുഹമ്മദ് ഫർഹാൻ. ലിയോ തേടിയിൽ എൽ പി ആലപ്പുഴയുടെ കപ്സ് പ്ലട്ടൂൺ ആണ് ഇപ്പോൾ അഭിവാദ്യം കടന്നു പോകുന്നത്. നയിക്കുന്നത് അംജദ്. സെന്റ് ജോസഫ് LPGS ആലപ്പുഴയുടെ ബുൾബുൾ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലട്ടൂൺ നയിക്കുന്നത് സൈറ നിസ. അവസാനമായി വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു വരുന്ന പ്ലട്ടൂൺ മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ ആലപ്പുഴയുടെ ബാൻഡ് വഹിക്കുന്നത് ബാൻഡ് മാസ്റ്റർ ആംഗസ് ജോസ് ഫ്രാൻസിസ്. ഈ കുരുന്നുകളെ കാണുമ്പോൾ നമ്മുടെ രാജ്യം സുരക്ഷിതമാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരുമിച്ച് ഒരു കൈയിൽ. മുഖ്യാതിഥിക്ക് ഒരിക്കൽ കൂടി ആദരമർപ്പിക്കുകയാണ്. ഈ സമയം ഏറെ പ്രിയങ്കരനായ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട കേരള എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ M. ലിജു അവരുടെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു.